ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിതകർമ്മസേന പ്രവർത്തനം ഇനി സ്വകാര്യ ഏജൻസിക്ക്. സർക്കാർ അംഗീകൃത ഏജൻസിയായ ഗ്രീൻവേംസ് എന്ന സ്ഥാപനവുമായി കരാറിലേർപ്പെടാൻ തീരുമാനമായി. ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കുന്നു. മാലിന്യ ശേഖരണം കൃത്യമാക്കാനും നടത്തിപ്പ് ഏകീകരിക്കാനുമായാണ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നത്. സർക്കാർ അംഗീകൃത ഏജൻസിയായ ഗ്രീൻവേംസ് എന്ന സ്ഥാപനവുമായി കരാറിലേർപ്പെടാൻ നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചു. നിലവിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം കിലോഗ്രാമിന് 12 രൂപയും GST നൽകിയാണ് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നത്. ഇനി മുതൽ 7 രൂപയ്ക്ക് മാലിന്യം കൈമാറാനാകും. ഒപ്പം 8 മാസം കൊണ്ട് 45% മാലിന്യ ശേഖരണം പൂർത്തിയായാൽ പിന്നീട് അങ്ങോട്ട് സൗജന്യമായി മാലിന്യം ശേഖരിക്കുമെന്നാണ് കരാർ. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വേതനം ഉറപ്പാക്കാനും കരാറുകൊണ്ട് സാധിക്കും. നിലവിൽ അജൈവ മാലിന്യം പ്ലാസ്റ്റിക് ഒഴികെയുള്ളവ 3 മാസത്തിലൊരിക്കലാണ് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നത്. തെർമാക്കോൾ, കുപ്പി, ബാഗ്, ചെരുപ്പ് മുതലായവയും ഇനി എല്ലാ മാസവും ശേഖരിക്കും. നിലവിൽ ഇത്തരം മാലിന്യം വീടുകളിൽ ഹരിതകർമ്മസേന എത്തും വരെ സൂക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൂടി ഒഴിവാക്കാനായാണ് പദ്ധതി. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാസത്തിൽ 1-ൽ കൂടുതൽ തവണ മാലിന്യം ശേഖരിക്കാനും നടപടി ഉണ്ടാകും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഒരു കോർഡിനേറ്ററും നഗരസഭയിൽ ഉണ്ടാകും. എല്ലാ മാസവും നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ യോഗം ചേരുകയും പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്യും. ഒറ്റപ്പാലത്തെ വാതിൽപ്പടി മാലിന്യ ശേഖരണം ഇപ്പോൾ 40% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. നഗരസഭാ പരിധിയിൽ ആകെ 13,920 വീടുകളിൽ നിന്നാണ് മാലിന്യ ശേഖരണം നടക്കുന്നത്. കഴിഞ്ഞ മാസം 5,030 വീടുകളിൽ നിന്ന് മാത്രമാണ് മാലിന്യം ശേഖരിക്കാൻ സാധിച്ചത്. 100% മാലിന്യവും ശേഖരിക്കാനായാണ് നഗരസഭ പുതിയ മാർഗം തേടുന്നത്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ഭിന്നശേഷി വിഭാഗം സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് വാർഷിക പദ്ധതികളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രസിഡന്റ് അറിയിച്ചു. കൂടുതൽ ക്ഷേമപരമായ പ്രവർത്തനങ്ങളുമായി വരും പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 100-ലധികം പേർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാന്ത നന്ദി അറിയിച്ചു. സഹായം നൽകണം എന്ന് ഗവൺമെന്റ് നിഷ്കർഷിച്ചിരുന്നു. അതിന്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മുടെ പ്രതിനിധികൾക്കകത്തു നിന്നുകൊണ്ട് തീർത്തും നമുക്കൊക്കെ അറിയാം, എത്ര സാമ്പത്തികമായ സൗകര്യവും ആനുകൂല്യങ്ങളും തന്നാലും ഈ മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയില്ല എന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ സഹായം ചെയ്തില്ലെങ്കിൽ ഭരണപരമായ കാര്യക്ഷമതയുടെ പ്രശ്നമായി അത് തീർന്നു. പക്ഷെ നിശ്ചിതമായ ഒരു സംഖ്യ അതിൽ നിന്ന് മാറ്റുമ്പോൾ അത് അർഹതപ്പെട്ടവന്റെ കൈകളിലേക്ക്, ആ മേഖലയിലുള്ളവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ വലിയൊരു സന്തോഷവും. അർഹതയുള്ളവർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകരുതെന്ന് ജില്ലാ കളക്ടർ. അർഹതയുള്ള ആരും തന്നെ വോട്ടർ പട്ടികയിൽ നിന്നും യാതൊരു കാരണവശാലും ഒഴിവായി പോകാൻ പാടില്ലെന്നും അനർഹരായവർ വോട്ടർ പട്ടികയിൽ ഉൾക്കൊള്ളരുതെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര പറഞ്ഞു. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ജില്ലയിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ചുമതല സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. BLOമാർ അവരവരുടെ പോളിംഗ് സ്റ്റേഷന്റെ പരിധിയിൽ താമസിക്കുന്ന അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ രേഖയാണ് വോട്ടർ പട്ടിക. അതിനാൽ ഏറ്റവും സംശുദ്ധമായ തെറ്റില്ലാത്ത വോട്ടർ പട്ടികയാണ് അതാത് ബൂത്തുകളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് BLOമാർ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ജനുവരി 22-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം എന്തെങ്കിലും കാരണവശാൽ അർഹരായവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അതത് BLOമാർ മുൻകൈയെടുത്ത് ആ വ്യക്തിയുടെ പേര് ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്നും അതത് ബൂത്ത് പരിധിയിൽ ഉൾപ്പെടെ 18-19 വയസ്സ് പ്രായമുള്ള എല്ലാ യുവതി യുവാക്കളെയും പട്ടികയിൽ ചേർത്ത് വോട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ BLOമാരും ശ്രമിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. BLOമാരുടെ ക്ഷേമം സംബന്ധിച്ച് കമ്മീഷന്റെ ഭാഗത്തു നിന്നും തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ സുനിൽകുമാർ, പാലക്കാട് തഹസീൽദാർ സുധാകരൻ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി തഹസീൽദാർ മണികണ്ഠൻ, ജില്ലാ തെരഞ്ഞെടുപ്പ് അസിസ്റ്റന്റ് PA ടോംസ്, തെരഞ്ഞെടുപ്പ് അസിസ്റ്റന്റ് KV അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരിടവേള.
എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ചർച്ച നടന്നു. കേരള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ചർച്ച നടന്നു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപുലമായ യോഗങ്ങളാണ് BRC നേതൃത്വത്തിൽ വിളിച്ചു ചേർന്നത്. ആ വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അവിടുത്തെ രക്ഷിതാക്കളെ പങ്കെടുക്കുന്ന PTA കമ്മിറ്റി, അതുപോലെ അധ്യാപകർ, വിദ്യാഭ്യാസം സ്നേഹിക്കുന്ന മറ്റ് വിവിധ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ട ചർച്ച പൂർത്തിയാക്കി. എൻ്റെ ഒരു ക്രോഡീകരണത്തിന് വേണ്ടിയിട്ടാണ് ഒന്നാം ഘട്ട ചർച്ച എന്ന് പറയുമ്പോൾ 26 മേഖലകളിൽ പോകുന്നത് 26 മേഖല തിരിച്ച് വളരെ വിപുലമായി ചർച്ച നടന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ അത്രയും സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ, അത്രയും ഇതിലായിട്ട് നടക്കാത്ത പ്രദേശങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കണം എന്ന രീതിയിലാണ് ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ആളുകളും ഏറ്റെടുത്തത്. കൊച്ചപ്പാലം BRC ട്രെയിനർ ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ BRC കോർഡിനേറ്റേഴ്സ് KM വിശ്വദാസ്, ശരണ്യ, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അധ്യാപകർ, ജനപ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചിത്രം വര കൊണ്ട് ചുറ്റുപാടുകളെ വിസ്മയിപ്പിച്ച തിരുവനന്തപുരം സ്വദേശി രാജുവിനെ നമുക്ക് പരിചയപ്പെടാം. ചിലപ്പോഴൊക്കെ യാദൃച്ഛികത ജീവിതത്തിന്റെ ഭാഗമാവാറുണ്ട്. അത്തരത്തിൽ യാദൃച്ഛികമായിട്ട് തന്നെയാണ് മനുശ്ശേരിയിലെ ഹോട്ടൽ ചുമരുകളിൽ രാജുവേട്ടന്റെ ചിത്രം വര കാണുന്നത്. ജീവിതത്തിലെ യാദൃച്ഛികത കൊണ്ട് തന്നെ ആവണം തിരുവനന്തപുരംകാരനായ രാജുവേട്ടൻ ഇവിടേക്ക് എത്തപ്പെട്ടതും. കുളപ്പുള്ളിന്നാണ് അയാൾ പരിചയപ്പെട്ടത്. നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് തോന്നി അത് വന്നു. ഒരാഴ്ചകളായി ഇവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ചിത്രകഥകൾ കണ്ടല്ലോ, നല്ലതായി വളരെ ഭംഗിയായി തോന്നി. പ്രായത്തെ വെല്ലുന്ന രീതിയിലാണ്, നല്ല രീതിയിലാണ് വരയ്ക്കുന്നത്. നമ്മൾ ഓരോ ഒരു പൊസിഷൻ നോക്കുമ്പോൾ വേറൊരു രൂപത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ചേഞ്ചായി തോന്നും. നല്ല പരിപാടിയാണ്, നല്ലൊരു കലയാണ്. കരിക്കട്ടയും ചോക്കുകളും ഉപയോഗിച്ച് ചുവരുകളിൽ കോറിയിട്ടുകൊണ്ട് 10ാം വയസ്സിൽ തുടങ്ങിയ ചിത്രം വരെ ഇന്ന് വിശാലമായ ക്യാൻവാസിൽ പലതരം വർണ്ണങ്ങൾ കൊണ്ട് ജിജ്ഞാസയും അത്ഭുതവുമൊക്കെ കലർന്നൊരു ഭാവമാണ് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് ഭാര്യയും മകനുമുള്ള അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 6 മാസമോ 1 വർഷമോ കഴിഞ്ഞാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതുവരെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുള്ള യാത്രയാണ്. ഓരോ പകലുകളും ചിലപ്പോൾ വ്യത്യസ്ത നഗരങ്ങളിൽ പലതരത്തിലുള്ള വർണ്ണങ്ങൾ കൊണ്ടുള്ള ക്യാൻവാസ് ഒരുക്കുന്ന തിരക്കുകളിലായിരിക്കും. ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിന്റെ അനുഭൂതിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ബാവുൽ സംഗീതജ്ഞരെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കേരളം, തമിഴ്നാട് എല്ലാ സ്ഥലങ്ങളിലും പോയി വരയ്ക്കും, ഉണ്ടാക്കും. 10 വയസ്സിൽ ചോക്ക് കരിക്കട്ട പത്തുക അത് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ് നാട്ടുകാരെന്നെ വളർത്തി. ഇങ്ങനെ വളർന്നതിന് ശേഷം പെയിൻറ്റിങ്, അങ്ങനെ പെയിൻറ്റിങ് ചോക്കത്തിലുമുണ്ട്. ചോക്ക് വിഷയം ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരച്ചു. അത് കാണാൻ ഇഷ്ടംപോലെ ആളും കൂടും. എല്ലാ ചിത്രം കൊടുക്കും. പിന്നെ നടികടന്മാർ, അതായത് JN നഴ്സറി,
പഞ്ചാബ് എന്താണ് കുടുംബം അതൊക്കെ വീട്ടിൽ ഇറങ്ങിയിട്ട് 6 മാസം. 6 മാസം. എനിക്ക് ഏറ്റവും തോന്നുമ്പോഴേ പോകുള്ളൂ. ഇനി കാസർഗോഡ്. ഓക്കെ. പോയിട്ട് നേരത്തെ പറഞ്ഞ ബാവുൽ സംഗീതജ്ഞർ ഒരു സമൂഹമാണ്, സങ്കുചിതമായ എല്ലാ ചിന്തകൾക്കും അതീതവും. ലോകത്തിന്റെ പല കോണുകളിൽ അലഞ്ഞുതിരിഞ്ഞ് സംഗീത സഭരെ നടത്തുന്നവർ സത്യം എന്നത് തിരിച്ചറിയലല്ല, വ്യക്തികൾക്കുള്ളിൽ സ്നേഹപ്പെടുന്ന സ്വയംബോധമാണെന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ മദ്യപാനം മനുഷ്യന്റെ എല്ലാം മറക്കുന്നതിനുള്ള ഉപാധിയുമായി കാണുന്നു. ഏതാണ്ട് ബാവുലുമായി ഉപമിക്കാം രാജുവേട്ടനെയും. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം തെറ്റിദ്ധരിക്കരുത് എന്ന മുഖവരയോടുകൂടി തൊട്ടടുത്തുള്ള ഷാപ്പ് ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. അദ്ദേഹം വരച്ചിട്ട ക്യാൻവാസ് പോലെ തൊട്ടുമുകളിൽ ആകാശം നീണ്ടുകിടന്നു. ഇന്ന് ഹിന്ദി ഭാഷാ ദിനം. ഹിന്ദി ദേശീയ ഭാഷയാക്കാനുള്ള നീക്കം ഇന്ത്യൻ ഫെഡറലിസത്തിന് ഗുണം ചെയ്യുമോ? ACV ന്യൂസ് പരിശോധിക്കുന്നു. രാജ്യത്തെ 9 സംസ്ഥാനങ്ങളുടെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഔദ്യോഗിക ഭാഷയും 3 സംസ്ഥാനങ്ങളുടെ അധിക ഔദ്യോഗിക ഭാഷയുമാണ് ഹിന്ദി. ഹിന്ദിയോടുള്ള ആദരസൂചകമായാണ് ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. 25 കോടിയിൽ പരം ആളുകൾ നേരിട്ട് ഉപയോഗിക്കുന്ന ഹിന്ദി ഭാഷ ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകളിൽ 4ാം സ്ഥാനത്താണ്. ആദ്യത്തെ ലോക ഹിന്ദി ദിന സമ്മേളനം 1975 ജനുവരി 10 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സംഘടിക്കപ്പെട്ടത്. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 122 പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ 2003 മുതലാണ് ഹിന്ദി ദിനം ആചരിച്ചു തുടങ്ങിയത്. ലോകമെമ്പാടും ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം 2006 മറ്റു രാജ്യങ്ങളിലും ലോക ഹിന്ദി ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ന് ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കപ്പെടുകയാണ്. 1949 ജനുവരി 10 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ആദ്യമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്ന ദിവസമായി അറിയപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ദിവസം ഹിന്ദി ദിനമായി ആചരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് ചില പുതിയ മാനങ്ങൾ കൂടി കൈവന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഹിന്ദി പോലെ തന്നെ അല്ലെങ്കിൽ അതേ പ്രാധാന്യത്തോടുകൂടി ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷ ഇംഗ്ലീഷാണ്. എന്നാൽ ഇംഗ്ലീഷിന്റെ പ്രസക്തി നാൾക്ക് നാൾ കുറയ്ക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈയിടെയായി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 343 അനുച്ഛേദം അനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഹിന്ദി ആണെങ്കിൽ കൂടി ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും ഉപയോഗിക്കാമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹിന്ദിക്ക് പ്രാധാന്യം കൂടിക്കൂടി വരികയും ഇംഗ്ലീഷിനുള്ള പ്രാധാന്യം കുറച്ചു വരികയുമാണ് ചെയ്തത്. ഇത് പലപ്പോഴും പ്രശ്നത്തിലാവുന്നത് നമ്മുടെ വൈജ്ഞാനിക മേഖലയെ തന്നെയാണ്. വൈജ്ഞാനിക മേഖലയ്ക്ക് പുറമെ ഇന്ത്യക്ക് പുറത്ത് തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഇന്ത്യക്ക് ദേശീയ ഭാഷയില്ല. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ സ്ഥാനം നേടുന്ന ഭാഷകളെല്ലാം ദേശീയ പ്രാധാന്യമുള്ളവയാണെന്നും അപ്രകാരം 8ാം പട്ടികയിൽ അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട 4 ഭാഷകളടക്കം ഇപ്പോഴുള്ള 22 ഭാഷകളെയും ഒരർത്ഥത്തിൽ രാഷ്ട്രഭാഷകളെന്ന് വിളിക്കാമെന്ന് കേന്ദ്ര നേതൃത്വം അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഹിന്ദി എന്ന രാഷ്ട്രഭാഷയുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള നിർബന്ധിത കടന്നുകയറ്റം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സമഗ്രതയെ കൂടി തകർത്തുകളയുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. ഇംഗ്ലീഷ് അറിയപ്പെടുന്നത് ലിംഗ്വ ഫ്രാങ്ക എന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ളൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കും. അതിനു പുറമെ ശാസ്ത്രശാഖകളിലുള്ള പഠനം ലോകത്തെമ്പാടും ഏറ്റവും കൂടുതലായി നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഇംഗ്ലീഷിനെ തഴയുകയും ഹിന്ദിയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ
തൊഴിൽ മേഖലയിലെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനു പുറമെ ഇത് തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാടിനും വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ്. കാരണം തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും മാതൃഭാഷ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്, ഹിന്ദിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദിക്ക് അമിത പ്രാധാന്യം നൽകുകയും ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെ വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നത് പല രീതിയിലും ബുദ്ധിമുട്ടാവുമെന്നുള്ളതിന് ഉപരിയായി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസ്റ്റ് ആശയങ്ങൾക്ക് എതിരായിട്ട് കൂടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ആത്മയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയായ ആത്മയുടെ ആഭിമുഖ്യത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു. ജനകീയ ആസൂത്രണ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കണക്കെടുപ്പ് നടത്തും. ഒരു രേഖ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഈ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിലുണ്ടായ നേട്ടങ്ങളതിൽ പറഞ്ഞിട്ടുണ്ട്, കോട്ടങ്ങളതിൽ പറഞ്ഞിട്ടുണ്ട്. ആ കോട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല നെൽകൃഷി മേഖലയാണ്. അന്നുണ്ടായിരുന്ന പാടങ്ങൾ അല്ലെങ്കിൽ നെൽപ്പാടങ്ങൾ ഏതാണ്ട് 1/3 ചുരുങ്ങിപ്പോയി. പകുതിയല്ല, അതിലധികം ചുരുങ്ങിപ്പോയി. 1/3 ചുരുങ്ങിപ്പോയി. അപ്പൊ ഈ 1/3 നെൽപ്പാടം ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ചുരുങ്ങിയത്. ഒന്ന് ഭൂമി വെറുതെ തരിച്ചില്ല, ഒന്നും ചെയ്യാതിരിക്കും. കാരണം നമ്മുടെ സംസ്ഥാനം കൃഷി ഒരു മുഖ്യ വരുമാന മാർഗമായി സ്വീകരിച്ച് നിലനിൽക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. വലിയ തോതിലാണ് മറ്റ് മേഖലയിൽ കച്ചവടമായും സ്ഥാപനങ്ങളായും ജോലിയായും ഒക്കെ കുടുംബത്തിന്റെ ജീവിത മാർഗങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കാണുമ്പോൾ ആളുകളിലേക്ക് മാറുക. അങ്ങനെ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നെൽകൃഷി ഇപ്പൊ നഷ്ടമാണ്, അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നിന്ന് കിട്ടുന്ന ഗുണം ഇതിൽ കിട്ടണില്ല, അതുകൊണ്ട് താൻ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന നിലയിൽ ഒരു വിഭാഗം. വേറൊരു വിഭാഗം നമ്മുടെ കേരളത്തിൽ ഭൂമി പരിവർത്തനം ചെയ്ത് ഒരു ഭൂമി അതിന്റെ എങ്ങനെയാണ് ഇപ്പോൾ അതിന് പറയേണ്ടതെന്ന് അറിയും. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ് 25 കൊല്ലത്തിലിടയ്ക്ക് ഭൂമാഫിയ വളർന്നു വന്നു. അതിന്റെ ഭാഗമായി ഭൂമി നേരത്തെ കൃഷിക്ക് ഉപയോഗിച്ചേർന്ന ഭൂമി ഇപ്പൊ കച്ചവട ചരക്കായി മാറി. അപ്പൊ കച്ചവട ചരക്കായി മാറി എന്ന് പറഞ്ഞാൽ കച്ചവട ചരക്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാത്രമാണ്. അങ്ങനെ നമ്മളെ ഭൂമി കച്ചവട ചരക്കായി മാറിയതിന്റെ ഭാഗമായി സ്വാഭാവികമായും ഭൂമി പരിവർത്തനം ചെയ്യപ്പെടുക. ഈ 2 പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് കഴിഞ്ഞ 25 കൊല്ലത്തിലിടയ്ക്ക് ഭൂമി ചുരുങ്ങി 1/3 നെൽകൃഷി ചുരുങ്ങി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആത്മയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഇളങ്കോവൻ ക്ലാസുകൾ നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ.
നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ബാലസംഘം ശേഖരിച്ച പുസ്തകങ്ങൾ കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന് കൈമാറി. പുസ്തകവണ്ടി ക്യാമ്പയിനിലൂടെ ബാലസംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി ശേഖരിച്ച പുസ്തകങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലേക്കും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള വുമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലേക്കും കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ MB മോഹനൻ, ബാലസംഘം സംസ്ഥാന കൺവീനർ TK നാരായണദാസ്, ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ K പ്രേംജിത്ത്, ജില്ലാ പ്രസിഡന്റ് ലിജി സുരേഷ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം സൗമ്യ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസൻ, സ്നേഹിത സ്റ്റാഫ് അസ്മിയ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ അഭയകേന്ദ്രങ്ങളിൽ എത്തുന്ന എല്ലാവർക്കും വായന ശീലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹിതയിലേക്കും വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലേക്കും പുസ്തകങ്ങൾ കൈമാറിയത്. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ, സ്നേഹിത ഉദ്യോഗസ്ഥർ, കമ്മ്യൂണിറ്റി കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സായുധ സേന പതാക ദിനാചരണം നടന്നു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ സായുധ സേന പതാക ദിനാചരണം നടന്നു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ പരിപാടി ഡെപ്യൂട്ടി കളക്ടർ P സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ADMK മണികണ്ഠൻ, ജില്ലാ സൈനിക ക്ഷേമ ബോർഡ് വൈസ് പ്രസിഡന്റ് DK ചന്ദ്രൻ, പാലക്കാട് ഗോൾഡൻ പാം ക്യാൻറ്റീൻ OAC കേണൽ N രാധാകൃഷ്ണൻ, ECHS OAC കേണൽ T ശങ്കരനാരായണൻ, ഒറ്റപ്പാലം ഗോൾഡൻ പാം ക്യാൻറ്റീൻ OIC ലഫ്റ്റനന്റ് കേണൽ പത്മജൻ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ, അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പ്രസിഡന്റ് N അജയകുമാർ, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കേന്ദ്ര വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KA ഉണ്ണികൃഷ്ണൻ, പാലക്കാട് ചാപ്റ്റർ ഫയർഫോഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ, KM സുരേഷ്, NCC കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ ജവാന്മാരുടെയും ആശ്രിതരുടെയും ക്ഷേമ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ധനസമാഹരണം നടത്തി. ചരിത്രത്തിൽ ഇന്ന് ഗാനഗന്ധർവൻ യേശുദാസ് ജന്മദിനം. അരനൂറ്റാണ്ടിലേറെ സംഗീത രംഗത്ത് സജീവമായ യേശുദാസ് അസാമീസ്, കാശ്മീരി, കൊങ്കണി എന്നിവയിലൊഴികെ എല്ലാ പ്രധാന ഭാരതീയ ഭാഷകളിലും പാടിയിട്ടുണ്ട്. ചലച്ചിത്ര സംഗീത ലോകത്തു മാത്രമല്ല കർണാടക സംഗീത രംഗത്തും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ 1940-ൽ അക്കാലത്തെ പ്രസിദ്ധ സംഗീതജ്ഞനും നാടക നടനുമായ അഗസ്റ്റിൻ ജോസഫിന്റെ മകനായി ജനിച്ച യേശുദാസ് കർണാടക സംഗീതത്തോട് വലിയ മമത പുലർത്താത്ത ഒരു സമുദായത്തിൽ ശുദ്ധ സംഗീതത്തിലേക്ക് യേശുദാസിനെ കൈപിടിച്ച് നടത്തിയത് അച്ഛൻ തന്നെയായിരുന്നു. കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അഗസ്റ്റിൻ ജോസഫ് വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. ബാല്യകാലത്ത് താൻ അനുഭവിച്ച ദുരിതങ്ങളെപ്പറ്റി യേശുദാസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പാടിക്കൊടുത്ത പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് 1949-ൽ 9-ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു. അതോടെ നാട്ടുകാർ കൊച്ചുദാസപ്പനെയും പിതാവിനെ പോലെ ഭാഗവതർ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി. ദാസപ്പൻ ഭാഗവതർ എന്നും കാട്ടാശ്ശേരി കൊച്ചു ഭാഗവതർ എന്നും ആളുകൾ ആ ബാലനെ വിളിച്ചു തുടങ്ങി. സംഗീത പഠനം കഴിഞ്ഞുടൻ നല്ലതങ്ക എന്ന ചിത്രത്തിൽ പാടാൻ യേശുദാസിനെ പരിഗണിച്ചിരുന്നെങ്കിലും നിലവാരമില്ലെന്ന കാരണം പറഞ്ഞ് തഴഞ്ഞു. നിരാശനാകാതെ ദാസ് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. 1961 നവംബർ 14-നാണ് യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തത്. KS ആന്റണി എന്ന സംവിധായകൻ തന്റെ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പാടാൻ അവസരം നൽകി. സിനിമയിലെ മുഴുവൻ ഗാനങ്ങളും പാടാനായിരുന്നു ക്ഷണിച്ചിരുന്നതെങ്കിലും ജലദോഷം മൂലം ഒരു ഗാനം മാത്രമേ പാടാനായുള്ളൂ. അങ്ങനെ ജാതിഭേദം, മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം പാടി യേശുദാസ് ചലച്ചിത്ര സംഗീത ലോകത്ത് ഹരിശ്രീ കുറിച്ചു. ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിലായിരുന്നു ആദ്യ ഗാനത്തിന്റെ റെക്കോർഡിംഗ് നടന്നത്. MB ശ്രീനിവാസനായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. മലയാള സിനിമയിൽ പിന്നീട് കണ്ടത് യേശുദാസിന്റെ സ്വരപ്രപഞ്ചമാണ്. 1973-ൽ രാജ്യം പത്മശ്രീ നൽകിയും 2002-ൽ പത്മഭൂഷൺ നൽകിയും 2017-ൽ പത്മവിഭൂഷൺ നൽകിയും ആദരിച്ചിട്ടുണ്ട്. കൂടാതെ 7 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും 25 തവണ മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും അദ്ദേഹം നേടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.